Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Golden Diamond, Gold, Diamond, Silver and Birthstone. Malabar Golden Diamonds, celebrate the beauty of life. Juju Golden Diamonds, Central Bazaar, Payyanur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. പഴയങ്ങാടി റെയിൽവേ മേൽപ്പാലത്തിൽ വാഹനാപകടം. ടൂറിസ്റ്റ് ബസ്സിന് പിറകിൽ ഇടിച്ച കാറിന് പിറകെ മറ്റൊരു ടൂറിസ്റ്റ് ബസ് ഇടിച്ചാണ് അപകടം. അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു അപകടം നടന്നത്. പഴയങ്ങാടി ഭാഗത്തേക്ക് പോകുകയായിരുന്ന ടൂറിസ്റ്റ് ബസ് തൊട്ടു മുന്നിൽ പോകുന്ന കാറിൽ ഇടിക്കുകയായിരുന്നു. കാറ് മുന്നിൽ പോകുകയായിരുന്ന മറ്റൊരു ബസ്സിലും ഇടിച്ചു. കാറിന്റെ മുൻഭാഗവും പിൻഭാഗവും പൂർണ്ണമായും തകർന്നു. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അപകടത്തെ തുടർന്ന് ഏറെ നേരം ഗതാഗത കുരുക്കും അനുഭവപ്പെട്ടു. ലെഫ്റ്റ് സൈഡിൽ നിന്ന് കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് പോകുമ്പോൾ എൻ്റെ പിറകിലുള്ള ബസ് മുന്നിലുള്ള ബസ് നിർത്തിയപ്പോൾ ഞാൻ നിർത്തി. പിറകിലുള്ള ബസ് ബാക്കിൽ നിന്ന് അടിച്ചിട്ട് ഫ്രണ്ടിലേക്ക് അടിച്ച് കയറ്റി. അപ്പം ടോട്ടൽ ഫ്രണ്ടും ബാക്കും ടോട്ടൽ ലോസ്. മുന്നിലുണ്ടായ ബസ് നിർത്തി, അപ്പൊ ഞാനും നിർത്തി. മേൽപ്പാലത്തിലെ കുഴിയിൽ വീഴാതിരിക്കാൻ മുന്നിൽ പോവുകയായിരുന്ന ലോറി പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതാണ് അപകട കാരണം. ഇത്തരത്തിൽ നിരവധി അപകടങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. പഴയങ്ങാടി പോലീസ് സ്ഥലത്തെത്തി അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കേരള സർക്കാർ സാംസ്കാരിക വകുപ്പ് കേരള ലളിതകലാ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ കാനായി മീൻകുഴി റിക്രിയേഷൻ സെന്ററിൽ സംഘടിപ്പിക്കുന്ന നവോത്ഥാന ശില്പോദ്യാന ക്യാമ്പിന് തുടക്കമായി. ടി എ മധുസൂദനൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കേരള ലളിതകലാ അക്കാദമി സംഘടിപ്പിക്കുന്ന നവോത്ഥാന ശില്പോദ്യാന ക്യാമ്പ് മീൻകുഴി ടൂറിസ്റ്റ് സെന്ററിൽ ആരംഭിച്ചു. പയ്യന്നൂർ MLA ടി ഐ മധുസൂദനൻ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള ലളിതകലാ അക്കാദമി ചെയർപേഴ്സൺ മുരളി ചീരോത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര താരം ഉണ്ണിരാജ ചെറുവത്തൂർ മുഖ്യാതിഥിയായി. പയ്യന്നൂർ നഗരസഭ ചെയർമാൻ അഡ്വക്കേറ്റ് സരിൻ ശശി, ലളിതകലാ അക്കാദമി സെക്രട്ടറി രാജി ആർ പിള്ള, ലളിതകലാ അക്കാദമി നിർവാഹക സമിതി അംഗം ഉണ്ണി കാനായി, മുൻ MLA സി കൃഷ്ണൻ, വാർഡ് കൗൺസിലർമാരായ പി സുരേഷ്, പി വിനോദ്, എം രഞ്ജിത്ത് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഫെബ്രുവരി 5 സമാപിക്കുന്ന ക്യാമ്പിൽ പ്രമുഖ ശില്പികൾ പങ്കെടുക്കുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരളത്തിലെ ഓട്ടോ തൊഴിലാളികളെ ചേർത്ത് പിടിച്ച കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് പയ്യന്നൂരിലെ നിരവധി ഓട്ടോ തൊഴിലാളികൾ CITUവിന്റെ ആഭിമുഖ്യത്തിൽ അഭിവാദ്യ പ്രകടനവും ഷേണായ് സ്ക്വയർ പരിസരത്ത് പൊതുയോഗവും ചേർന്നു. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിലെ ഓട്ടോ തൊഴിലാളികളെ ചേർത്തുപിടിച്ച കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് പയ്യന്നൂരിലെ നിരവധി ഓട്ടോ തൊഴിലാളികൾ CITUവിന്റെ ആഭിമുഖ്യത്തിൽ പ്രകടനവും ഷേണായി സ്ക്വയർ പരിസരത്ത് പൊതുയോഗവും സംഘടിപ്പിച്ചു. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം KV ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ ജില്ലാ ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ CITU ജനറൽ സെക്രട്ടറി UV രാമചന്ദ്രൻ, യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ PV പത്മനാഭൻ, K അശോകൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ശാരീരിക പരിമിതികളെ ഇച്ഛാശക്തി കൊണ്ട് മറികടക്കുകയാണ് പയ്യന്നൂർ കാനായിലെ സുരേഷ് കാനായി. കിടക്കയിൽ കിടന്നുകൊണ്ടാണ് ഇദ്ദേഹം യൂട്യൂബിൽ ഹിറ്റായ പല ഗാനങ്ങളുടെയും രചന നിർവഹിച്ചിരിക്കുന്നത്. ശാരീരിക പരിമിതികളെ ഇച്ഛാശക്തി കൊണ്ട് മറികടക്കുകയാണ് പയ്യന്നൂർ കാനായിലെ സുരേഷ് കാനായി. കിടക്കയിൽ കിടന്നുകൊണ്ടാണ് ഇദ്ദേഹം യൂട്യൂബിൽ ഹിറ്റായ പല ഗാനങ്ങളുടെയും രചന നിർവഹിച്ചിരിക്കുന്നത്.
അതിൽ ഭക്തിഗാനങ്ങളാണ് ഏറ്റവും കൂടുതലും. ഗഗനവിഹാരിയ മുനിവരനോട് ഗജമുഖനൊരുനാൾ കളിയായി ചൊല്ലിയെന്ന ഗണപതിയെക്കുറിച്ച് തുടങ്ങുന്ന ഗാനത്തിന്റെ വരികളിൽ തന്നെ പ്രതിഭയുടെ കനലാട്ടം കാണാം. ചലനശേഷി നഷ്ടപ്പെടുന്ന മസ്കുലർ ട്രിസ്റ്റോഫി എന്ന രോഗം ചെറുപ്രായത്തിൽ തന്നെ ബാധിച്ച് കിടപ്പിലായ ആളാണ് സുരേഷ് കാനായി. 2ാം ക്ലാസ്സിൽ തന്നെ പഠനം അവസാനിപ്പിക്കേണ്ടി വന്നു. അക്ഷരങ്ങൾ കൂട്ടി വായിക്കാനോ എഴുതുവാനോ കഴിയുമായിരുന്നില്ല. 15 വയസ്സിന് ശേഷമാണ് സുരേഷ് അക്ഷരങ്ങൾ എഴുതാനും വായിക്കാനും പഠിച്ചത്. സ്വയം പഠിച്ച ആ പഠനത്തിന് പരിമിതികളേറെയാണ്. തന്റെ കൈവശമുള്ള വാക്കുകൾ വെച്ച് സുരേഷ് കാനായി മൊബൈലിലാണ് ഗാനങ്ങൾ രചിക്കുന്നത്. അതിൽ ഭക്തിഗാനങ്ങൾ മാത്രമല്ല, കവിതകളുണ്ട്, നാടൻ പാട്ടുകളുണ്ട്, സംഗീതോത്സവങ്ങളിലെ കീർത്തനങ്ങളുണ്ട്. ഫോണിലെഴുതി സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുന്ന രചനകളാണ് കാതിനിമ്പമായും മനസ്സിൽ കുളിരായും എല്ലാവരിലേക്കും എത്തുന്നത്. മൊബൈലിലാണ് എഴുതുന്നത്. 10 പേരിൽ 5 പേരിൽ മാത്രമേ ഇപ്പം കഴിച്ചു. ബാക്കിയെല്ലാം ചലനശേഷി നഷ്ടപ്പെട്ടു. തീരെ ഇരിക്കാൻ പറ്റില്ല. കിടപ്പിൽ എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം കിടന്നു കഴിഞ്ഞാൽ മറ്റു ഭാഗത്തേക്ക് കിടക്കാൻ ആൾ വേണം. അങ്ങനെയാണ് അവസ്ഥ. അപ്പോൾ പാട്ട് മുമ്പേ കേൾക്കും, റേഡിയോ കേൾക്കും, ആ ഒരു ഇതാണ്. പിന്നെ കുറച്ച് നാളുകൾ വായിക്കാൻ പറ്റിയിരുന്നു. കൈ കൊണ്ട് പിടിക്കാൻ പറ്റുന്ന സമയത്ത് പുസ്തകങ്ങൾ കുറച്ചെണ്ണം വായിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വായിക്കാൻ പറ്റാതെ. പിന്നെ ഇപ്പോൾ മൊബൈൽ കിട്ടിയതിന് ശേഷമാണ് ഇങ്ങനെ എഴുതാൻ പറ്റുന്നത്. മൊബൈലിൽ വരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ വായിച്ചെടുക്കാൻ പറ്റും. കൂടുതൽ സമയം വായിക്കാൻ പറ്റില്ല. കണ്ണിൽ വെള്ളം നിറയും. ഒരു കാഴ്ചൻ്റെ ഒരു പ്രശ്നം വന്നു, പ്രായത്തിൻ്റെ ഒരു ഇതുകൊണ്ട്. അങ്ങനെ കണ്ണട വെക്കാൻ പറ്റില്ല കിടന്നിട്ടായതുകൊണ്ട്. അങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. 55 വയസ്സായ സുരേഷിന്റെ ലോകം സർഗാത്മകതയുടേതാണ്. കിടക്കയിൽ നിന്ന് തിരിഞ്ഞു കിടക്കണമെങ്കിൽ പരസഹായം വേണം. സഹോദരി ശൈലജയുടെ പരിചരണത്തിലാണ് ഇദ്ദേഹം കഴിയുന്നത്. ക്ഷേമ പെൻഷൻ മാത്രമാണ് ഏക വരുമാനം. ഫ്ലൈക്കും പെയിൻ ആൻഡ് പാലിയേറ്റീവിനും ഇദ്ദേഹം നന്ദി പറയുന്നു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. പെരളം AKG വായനശാല ഗ്രന്ഥാലയം വനിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ എഴുത്തോരും സാഹിത്യ ക്യാമ്പ് സംഘടിപ്പിച്ചു. പ്രശസ്ത കവിയും എഴുത്തുകാരനുമായ വീരാൻകുട്ടി ക്യാമ്പിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പെരളം AKG വായനശാല ഗ്രന്ഥാലയം വനിതാവേദി പയ്യന്നൂർ മേഖല എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ എഴുത്തോരം സാഹിത്യ ക്യാമ്പ് സംഘടിപ്പിച്ചു. പെരളം AKG വായനശാല പരിസരത്ത് നടന്ന ക്യാമ്പ് പ്രശസ്ത കവിയും എഴുത്തുകാരനുമായ വീരാൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ഞാനൊരു 35 വയസ്സൊക്കെ ആയതിനു ശേഷമാണ് ഇന്ന് ഞാൻ നിങ്ങൾ കാണുന്ന തരത്തിലുള്ള കവിത എഴുതി തുടങ്ങിയത്. ഈ 35 വയസ്സ് വരെ എഴുതാതിരിക്കാനുള്ള ക്ഷമ എനിക്ക് തന്നത് സാഹിത്യ ക്യാമ്പുകളാണ്. നീ എഴുതിയിട്ടില്ലെങ്കിൽ മലയാള ഭാഷയ്ക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇവിടെ അതിനേക്കാൾ വലിയ ആളുകൾ ഇവിടെ ഉണ്ട്. കുറച്ചു കാലം കാത്തിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഒന്നത്. രണ്ടാമത്തത്, ഇവിടെ മഹാരഥന്മാർ ഉഴുതുമറിച്ച മണ്ണാണിത്. വലിയ കവികൾ പാടിപ്പോയ മണ്ണാണിത്. നിനക്ക് വ്യത്യസ്തമായി വല്ലതും പറയാനുണ്ടോ? എങ്കിൽ അവിടെ ഇരിക്കും, ഇല്ലെങ്കിൽ അവരെ വായിക്കും. എഴുതിയിട്ടില്ലെങ്കിലും ഭാഷയ്ക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. പക്ഷെ നമ്മൾ അതിനു മുമ്പ് അങ്ങനെയല്ല വിചാരിക്കുന്നത്. ഞാൻ എഴുതിയിട്ടില്ലെങ്കിൽ മലയാള ഭാഷ നാളെ മരിച്ചു പോകുന്നതാണ്. ചടങ്ങിൽ ഉദയ പയ്യന്നൂർ അധ്യക്ഷയായി. ഡോക്ടർ S. ശ്രീലേഖ, ലതിക KK, ഓമന VK, തങ്കമണി K, രാജേഷ് മാസ്റ്റർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. പ്രശസ്ത കഥാകൃത്ത് ജിൻഷ ഗംഗ, TP വേണുഗോപാലൻ, ഉദയ പയ്യന്നൂർ, രജനി വെള്ളോറ, ജലജ രാജീവ് എന്നിവർ ക്യാമ്പ് കൈകാര്യം ചെയ്തു. നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. വലിയ ഉദ്ഘോഷണത്തിന്റെയോ പ്രഘോഷണത്തിന്റെയോ ശബ്ദമല്ല പുതിയ കാല കവിതകൾ പറയുന്നതെന്നും തോറ്റ മനുഷ്യരുടെ, ചെറിയ മനുഷ്യരുടെ പ്രശ്നങ്ങളാണ് അവയുടെ വിഷയങ്ങളെന്നും പ്രശസ്ത കവി വീരാൻകുട്ടി കരിവെള്ളൂരിൽ നെറ്റ്വർക്ക് ന്യൂസുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ആധുനിക ജീവിതം സൃഷ്ടിച്ച പല പരിക്കുകളെക്കുറിച്ചും അല്ലെങ്കിൽ പ്രകൃതിയിലേൽപ്പിച്ച പരിക്കുകളെക്കുറിച്ചും, അതുപോലെ ആധുനികത വരെ മനുഷ്യൻ അരുക്കാക്കി നിർത്തിയിരുന്ന ബഹിഷ്കൃതമായി കരുതിയിരുന്ന മനുഷ്യരുടെ അനുഭവങ്ങളായിട്ടും ഒക്കെ വരുന്ന കവിതകളാണ്. അതുകൊണ്ട് ആ കവിതയ്ക്ക് പലപ്പോഴും വലിയ ശബ്ദമില്ല. നേരത്തെ കേട്ടതുപോലെ വലിയ ഉദ്ഘോഷണത്തിൻ്റെയോ പ്രഘോഷണത്തിൻ്റെയോ ശബ്ദമില്ല. ഭൂമിയിലെ ഏറ്റവും ചെറിയ മനുഷ്യരുടെ കഥയാണ് അവർ പറയുന്നത്. തോറ്റ മനുഷ്യരുടെ കഥയാണ് അവർ പറയുന്നത്. അരുക്കാക്കപ്പെട്ട ജനതകളുടെ വംശീയ രൂപങ്ങളുടെയൊക്കെ ചരിത്രപരമായിട്ടുള്ള കഥകളും അവരുടെ കണ്ണീരുമാണ് കവിത പറയാൻ ശ്രമിച്ചത്. അതിൽ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കവിതയുണ്ട്, ദളിത് ജീവിതവുമായി ബന്ധപ്പെട്ട കവിതയുണ്ട്, സ്ത്രീ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കവിതയുണ്ട്. ഇപ്പോൾ പറയുകയാണെങ്കിൽ ട്രാൻസ്ജെൻഡർ അടക്കമുള്ള പുതിയ
ലിംഗവ്യവസ്ഥയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ആവിഷ്കാരങ്ങളുണ്ട്. അതൊക്കെ പറയുമ്പോൾ അതിന് ഉചിതമായൊരു ഭാഷ തീർച്ചയായിട്ടും ആ കവിതയ്ക്ക് ഉണ്ടാകും. അത് ഈ പറഞ്ഞ പോലെ തോറ്റവരുടെ കവിത പറയാൻ ഒരു തോറ്റ ഭാഷ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഏറ്റവും പതിഞ്ഞ താളത്തിൽ കുറഞ്ഞ വാക്ക് ഉപയോഗിച്ച് അതിനെ എങ്ങനെ മൂർച്ചയോടുകൂടി പറയാമെന്നുള്ള ശ്രമമാണ് പുതിയതാണ്. അതുകൊണ്ടാണ് നമുക്ക് ബാലേന്ദ്രൻ ചുള്ളിക്കാടിനെ പോലെ ഒരു കവിയെ പിന്നീട് നമുക്ക് കാണാതിരിക്കാൻ കാരണവും അതാണ്. ആ കാലഘട്ടം വരെ കവികൾ വലിയ ശക്തിയുള്ള കലാകാരന്മാരാണ്, അല്ലെങ്കിൽ അവരിൽ നിന്ന് സമൂഹം ഒരു ആചാര്യനെ പ്രതീക്ഷിച്ചിരുന്നു. ഈ കവി സമൂഹത്തിന് വേണ്ടുന്ന വലിയ ആശയങ്ങൾ പറയുന്ന ഒരാളാണ് എന്നുള്ളൊരു ബഹുമാനത്തോടുകൂടിയാണ് നമ്മൾ അതുവരെ കവികളെ കണ്ടത്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് സാധാരണക്കാരൻ്റെ കൂടെ അവൻ്റെ തോളിൽ കൈവച്ച് നടക്കുന്ന, അവൻ്റെ സങ്കടം പകർത്തുന്ന ഒരാളായിട്ട്, തൻ്റെ സുഹൃത്തായിട്ടാണ് ഒരു വായനക്കാരൻ കവിയെ കാണുന്നത്. അതുകൊണ്ട് കാലത്തിനനുസരിച്ചുള്ള മാറ്റമാണ് പ്രധാനമായിട്ടും കവിതയിൽ നമ്മൾ കാണുന്ന ഈ രൂപപരമായ വ്യത്യാസത്തിന് കാരണം എന്നാണ് എൻ്റെ ഒരു നിഗമനം. പയ്യന്നൂർ സബ് ജില്ലയിലെ പ്രൈമറി അധ്യാപകർക്കുള്ള 2 ദിവസത്തെ നോൺ റെസിഡൻഷ്യൽ ശില്പശാല പയ്യന്നൂർ VRC കോൺഫറൻസ് ഹാളിൽ നടന്നു. പയ്യന്നൂർ നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M. പ്രദീപൻ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മാതൃഭാഷയിൽ പഠിച്ചാൽ കിട്ടുന്ന ഒരു സുഖം എനിക്ക് തോന്നുന്നില്ല വേറെ ഏത് ലാംഗ്വേജിൽ പഠിച്ചാലും കുട്ടികൾക്ക് കിട്ടും. കാരണം ഇതിപ്പോൾ ഇംഗ്ലീഷ് മീഡിയം ആക്കിയതിൻ്റെ ഇമ്പാക്റ്റ് സ്റ്റഡി കുറച്ച് നാൾ കഴിഞ്ഞ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് പുനർവിചിന്തനം ചെയ്യേണ്ടി വരുമോ എന്നുള്ളൊരു സംശയം കൂടി ഞാൻ SCRT ഡയറക്ടറോടും SPD സമഗ്ര ശിക്ഷയോടും അന്ന് തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആരോഗ്യവും കായികക്ഷമതയുമുള്ള സമൂഹത്തെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തെ അടിസ്ഥാനമാക്കി പ്രൈമറി ക്ലാസുകളിൽ ശക്തമായ കായിക അടിത്തറ രൂപപ്പെടുത്തുന്നതിനും കുട്ടികളുടെ കായികക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും അക്കാദമിക നിലവാരമുയർത്തുന്നതിനും പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷ കേരളയും ചേർന്ന് നടത്തുന്ന പ്രവർത്തനമാണ് കളിയങ്കണം. ഇതിന്റെ ഭാഗമായി പയ്യന്നൂർ സബ് ജില്ലയിലെ പ്രൈമറി അധ്യാപകർക്കുള്ള 2 ദിവസത്തെ നോൺ റെസിഡൻഷ്യൽ ശില്പശാല പയ്യന്നൂർ VRC കോൺഫറൻസ് ഹാളിൽ നടന്നു. പയ്യന്നൂർ നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M. പ്രദീപൻ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ AEO സുചിത്ര ടീച്ചർ അധ്യക്ഷത വഹിച്ചു. NCERT അസോസിയേറ്റ് പ്രൊഫസർ കൃഷ്ണൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി. പയ്യന്നൂർ BPC വിനോദ് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ട്രെയിനർ സൈനുദ്ദീൻ മാസ്റ്റർ പദ്ധതി വിശദീകരണം നടത്തി. RP-മാരായ കുഞ്ഞിരാമൻ മാസ്റ്റർ, ശ്രീജ ടീച്ചർ, സൈനുദ്ദീൻ മാസ്റ്റർ, മിനി ടീച്ചർ എന്നിവർ 2 ദിവസത്തെ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരളത്തിലെ സർക്കാർ മേഖലയിലെ ആദ്യ മോട്ടോറൈസ്ഡ് ടാവി വിജയകരമായി നിർവഹിച്ച് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കാർഡിയോളജി വിഭാഗം മേധാവിയായ പ്രൊഫസർ ഡോക്ടർ V. ജയറാമിന്റെ നേതൃത്വത്തിലാണ് നവീനമായ ഈ ചികിത്സ നടത്തിയത്. കേരളത്തിലെ സർക്കാർ മേഖലയിലെ ആദ്യ മോട്ടറൈസ്ഡ് ടാവി ചികിത്സ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കാർഡിയോളജി വിഭാഗം വിജയകരമായി നിർവഹിച്ചു. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗം മേധാവിയായ പ്രൊഫസർ ഡോക്ടർ V. ജയറാമിന്റെ നേതൃത്വത്തിലാണ് ഈ ചികിത്സ നടത്തിയത്. ഹൃദയത്തിൽ നിന്നും ശുദ്ധരക്തം ശരീരത്തിന്റെ ഇതര ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്ന മഹാധമനിയുടെ വാൽവ് രോഗം ബാധിച്ച് ചുരുങ്ങിയതിനെ തുടർന്ന് ഗുരുതരമായ ലക്ഷണങ്ങളോടുകൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച 75 വയസ്സുള്ള രോഗിക്കാണ് ടാവി ചികിത്സ നടത്തിയത്. വിജയകരമായ ഈ ചികിത്സയ്ക്ക് ശേഷം രോഗിയെ 4-ാം ദിവസം ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. ഭാവിയിലും കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കാർഡിയോളജി വിഭാഗത്തിൽ ഈ ശസ്ത്രക്രിയ സ്ഥിരമായി നടത്തുമെന്ന് ബന്ധപ്പെട്ട അധികാരികൾ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പയ്യന്നൂർ താലൂക്ക് യൂണിറ്റും പുറച്ചേരി കേശവതീരം ആയുർവേദ ആശുപത്രിയും സംയുക്തമായി അന്ധക്ഷേമ മാസാചരണത്തിന്റെ ഭാഗമായി കേശവതീരം ആയുർവേദ ഗ്രാമത്തിൽ വെച്ച് ഇൻക്ലൂസീവ് കരോക്കെ സിനിമാ ഗാനാലാപന മത്സരം സംഘടിപ്പിച്ചു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ നീതു കെ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പയ്യന്നൂർ താലൂക്ക് യൂണിറ്റും പുറച്ചേരി കേശവതീരം ആയുർവേദ ആശുപത്രിയും സംയുക്തമായി അന്ധക്ഷേമ മാസാചരണത്തിന്റെ ഭാഗമായി കേശവതീരം ആയുർവേദ ഗ്രാമത്തിൽ വെച്ച് ഇൻക്ലൂസീവ് കരോക്കെ സിനിമാ ഗാനാലാപന മത്സരം സംഘടിപ്പിച്ചു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് മെമ്പർ നീതു കെ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിലുടനീളമുള്ള കാഴ്ച പരിമിതർക്ക് അവരുടെ അവകാശ സംരക്ഷണങ്ങൾക്കും തുല്യനീതിക്കും വേണ്ടി പ്രവർത്തനങ്ങൾ നടത്തുന്ന KFB, അതുപോലെ തന്നെ ആതുരസേവന രംഗത്തോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൂടി നടത്തുന്ന കേശവതീരം ആയുർവേദ ഗ്രാമം കൂടി സംയുക്തമായി നടത്തുന്ന ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നതോടൊപ്പം തന്നെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു.
KFB പയ്യന്നൂർ താലൂക്ക് പ്രസിഡന്റ് സജീഷ് VV അധ്യക്ഷനായി. KFB പയ്യന്നൂർ താലൂക്ക് സെക്രട്ടറി ലജിത M, കേശവതീരം MD ഡോക്ടർ കേശവൻ വിതിരമന, പ്രൊഫസർ M രാജീവൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. പയ്യന്നൂർ കോളേജ് NSS യൂണിറ്റ് 10ന്റെ നിറസാന്നിധ്യവും പരിപാടിയിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. ക്രാഫ്റ്റിലും വിഷയത്തിലും വൈവിധ്യം കൊണ്ടുവരാനാണ് പുതിയ കാലത്തെ കഥാകൃത്തുക്കൾ ശ്രമിക്കുന്നതെന്നും മാറുന്നതിനനുസരിച്ച് അവരുടെ വീക്ഷണത്തിലും വരുന്ന മാറ്റമാണ് പുതിയ കഥകളിൽ പ്രതിഫലിക്കുന്നതെന്നും പ്രശസ്ത കഥാകാരി ജിൻഷ ഗംഗ കരിവള്ളൂരിൽ നെറ്റ്വർക്ക് ന്യൂസ് ചാനലുമായി സംസാരിക്കുകയായിരുന്നു ജിൻഷ ഗംഗ. ഇല്ല, പുതിയ കഥകൾ ഉണ്ടാവുന്നില്ല എന്നുള്ള പരാതിയൊന്നുമില്ല. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ എന്താ പറയുക, അലിവ് തോന്നുന്ന തരത്തിലുള്ള കഥകളൊക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അത് ഉദാഹരണം പറയാച്ച ഇപ്പോൾ കുറച്ച് നാള്, ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 2 വർഷം മുൻപ് മനോജ് വെങ്ങോല എന്ന് പറഞ്ഞിട്ടൊരു കഥാകൃത്തിൻ്റെ പെരുമ്പാവൂർ യാത്രാ നിവാസം എന്ന് പറഞ്ഞിട്ടൊരു കഥ പ്രസിദ്ധീകരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അത് സമകാലിക മലയാളം വാരികയിൽ വന്നിട്ടുള്ളൊരു കഥയാണ്. നമ്മൾ ഈ കടൽ തീരത്തൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഉണ്ടായിട്ടുള്ളൊരു വികാരം പോലെ മറ്റൊരു തരത്തിൽ വികാരം ഉളവാക്കിയിട്ടുള്ള നല്ലൊരു കഥയായിരുന്നു പെരുമ്പാവൂർ യാത്രാ നിവാസം. അത്തരത്തിലുള്ള കഥകൾ ഉണ്ടാവുന്നുണ്ട് മലയാളത്തിൽ. പക്ഷെ അത് ഈ പറയുന്നത് പോലെ ഒരു എന്താ പറയുക, മുഖ്യധാര ആഘോഷങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടൊരു വിമുഖത കാണിക്കുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു പുതിയ കഥാകൃത്തുക്കളാണെങ്കിലും പഴയ കഥാകൃത്തുക്കളാണെങ്കിലും ഒക്കെ ആ ഒരു വികാരം ഉണ്ടാക്കുന്ന കഥകളിൽ നിന്ന് മാറ്റിയിട്ട് വായനക്കാർക്ക് എന്താ പറയുക, കുറച്ചുകൂടെ നമുക്ക് എന്ത് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു ആലോചന അല്ലെങ്കിൽ അതിനുള്ള ഒരു ശ്രമത്തിൽ ക്രാഫ്റ്റിലും വിഷയത്തിലും ഒക്കെ വൈവിധ്യം കൊണ്ടുവരാൻ ശ്രമിക്കുന്നവരാണ്. ഒരു തരത്തിൽ അത് വളരെ മികച്ചൊരു മുന്നേറ്റമായിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷെ നേരെ മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ നല്ല രീതിയിലുള്ള കഥകളും മലയാളത്തിൽ ഉണ്ടാവുന്നില്ല എന്ന് ഒറ്റയടിക്ക് തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷെ അത് വളരെ ചുരുക്കമാണെന്ന് മാത്രം. നമുക്ക് പേരെടുത്ത് പറയാൻ പാകത്തിന് വളരെ കുറച്ച് കഥകൾ മാത്രമാണ് നിങ്ങൾ പറഞ്ഞ രീതിയിലേക്ക് വരുന്നത് എന്നുള്ളത്. എനിക്ക് തോന്നുന്നു കാലം മാറുന്നതിനനുസരിച്ച് കഥാകൃത്തുക്കളുടെ നിരീക്ഷണം മാറുന്നതായിരിക്കണം. കണ്ണപുരം ഇടക്കേപ്പുറം LP സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നു. പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം കല്യാശ്ശേരി മണ്ഡലം MLA M വിജയൻ നിർവഹിച്ചു. കണ്ണപുരം ഇടക്കേപ്പുറം LP സ്കൂളിൽ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം കല്യാശ്ശേരി മണ്ഡലം MLA M വിജയൻ നിർവഹിച്ചു. നമുക്കറിയാം, ഏറ്റവും മനോഹരമായ ഒരു സ്ഥലം ഇപ്പോ അവിടെയൊക്കെ ലെവലാക്കി കഴിഞ്ഞപ്പോ നമ്മള് പണ്ട് കണ്ടത് ഇപ്പോഴത്തെ പുതിയ വീട് എന്ന് പറഞ്ഞ വൈബാണ്, ഒരു നല്ല വൈബ്. കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KV രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കെട്ടിട നിർമ്മാണ കമ്മിറ്റി കൺവീനർ KV രാജേഷ്, KV ശ്രീധരൻ, M ഗണേശൻ, രേഷ്മ PV, ഡോക്ടർ സംഗീത KKP, K നാരായണൻ, R ഹിരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പയ്യന്നൂർ റൂറൽ ബാങ്കിൽ നിന്നും 22 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന PP മനോഹറിന് യാത്രയയപ്പ് നൽകി. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിൻ ശശി ഉദ്ഘാടനം നിർവഹിച്ചു. 22 വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിന് ശേഷം പയ്യന്നൂർ കോപ്പറേറ്റീവ് റൂറൽ ബാങ്കിൽ നിന്ന് വിരമിക്കുന്ന PP മനോഹരന് യാത്രയയപ്പ് നൽകി. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിൻ ശശി ഉദ്ഘാടനം നിർവഹിച്ചു. റൂറൽ ബാങ്ക് പ്രസിഡന്റ് KK ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. KV ജ്യോതിഷ് കുമാർ, KK കൃഷ്ണൻ, പ്രജീഷ് KV, M അംബു, MV പത്മിനി, EV രമേശൻ, M സുനിൽകുമാർ, K സത്യൻ, ദാമു കാര്യത്ത്, TV ചന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് വർക്കിംഗ് ഗ്രൂപ്പ് ജനറൽ ബോഡി യോഗം കരിവള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P രമേശൻ ഉദ്ഘാടനം ചെയ്തു. കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് വർക്കിംഗ് ഗ്രൂപ്പ് ജനറൽ ബോഡി യോഗം കരിവള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. 2026-27 വാർഷിക പദ്ധതി രൂപീകരണമാണ് നടന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P രമേശൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ഈ ഒരു സാമ്പത്തിക വർഷം മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ച് ധൃതി പിടിച്ച് കാര്യങ്ങളെല്ലാം നീക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് ഭരണസമിതി ഉള്ളത്. സാധാരണ നിലയിൽ ഒരു ഡിസംബർ മാസം തുടങ്ങി മാർച്ച് മാസത്തോടുകൂടി ഒരു സമയമെടുത്തുകൊണ്ട് കൈകാര്യം ചെയ്യേണ്ട വാർഷിക പദ്ധതി ഉൾപ്പെടെയുള്ള അതിൻ്റെ രൂപീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ
സെക്രട്ടറി കെ ശൈലജ ചടങ്ങിൽ അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വി പ്രീത, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ കെ സുധാമണി, പി പി സുരേന്ദ്രൻ, വി വി പ്രദീപൻ, വരുൺ ചന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.